ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് 2008 റിലീസ് ആയിട്ടുള്ള ഒരു കിടിലൻ ഫ്യൂച്ചറിസ്റ്റിക് മൂവിയാണ്. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മുടെയൊക്കെ ഫ്യൂച്ചർ എങ്ങനെയാണെന്നുള്ള കാര്യം കാണിച്ചു തന്ന ഒരു കിടിലൻ മൂവിയാണിത്. ഇതൊരു ഡിസ്റ്റോഷൻ ഫ്യൂച്ചർ മൂവിയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ടൈമിൽ മനുഷ്യന്മാർ എങ്ങനെയാണ് ജീവിച്ചിരുന്നത്, അധികാരികൾ എങ്ങനെയാണ് മനുഷ്യന്മാരെ യൂസ് ചെയ്തത്, നാളെ നമുക്ക് എന്തൊക്കെയാണ് സംഭവിക്കുമെന്ന കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു മൂവിയിലൂടെ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ കൂട്ടുകാരെ, നമുക്ക് നേരെ മൂവിയിലോട്ട് പോകാം. അതിനു മുമ്പായിട്ട് ഒരു ചെറിയ കാര്യം പറഞ്ഞോട്ടെ. കൂട്ടുകാരെ, നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നെങ്കിൽ ഇതുപോലുള്ള കിടിലൻ മൂവി എക്സ്പ്ലനേഷൻ വീഡിയോകൾക്കായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. മൂവിയുടെ ഒക്കെ തന്നെ കാണിക്കുന്നത് ഒരു വ്യത്യസ്തമായ റൂമാണ്. ആ ഒരു റൂമിനുള്ളിലാണെങ്കിൽ ഒരുപാട് മനുഷ്യന്മാരുണ്ട്. അവരുടെ ദേഹത്തെല്ലാം തന്നെ ഒരു പ്രത്യേകതരം വയറാണെങ്കിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല അവരുടെ കണ്ണിലാണെങ്കിൽ ഒരു പ്രത്യേകതരം ലെൻസും കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് മെമോ. ഇവനാണെങ്കിൽ ഇവന്റെ മൈൻഡിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതാണ് ഇനി നമ്മളെ കാണിക്കാൻ വേണ്ടി പോകുന്നത്. എൻ്റെ പേരാണ് മെമോ. ഞാനാണെങ്കിൽ ഈ ഒരു ജോലിയാണ് ചെയ്യുന്നത്. ഈ ഒരു ജോലി ഞാൻ ഒരു ദിവസത്തിൽ കൂടുതൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ശരീരം കുഴഞ്ഞു വീഴും. മാത്രമല്ല ഇവിടെ ഈ ജോലി ചെയ്യുന്ന ബാക്കിയുള്ളവരുടെ അവസ്ഥയും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഒരു ദിവസത്തിൽ കൂടുതലായി കഴിഞ്ഞാൽ ചിലപ്പോൾ അവരുടെ കാഴ്ച തന്നെ നഷ്ടപ്പെട്ടു പോയേക്കാം. അങ്ങനെയുള്ളൊരു ഡേഞ്ചർ പരിപാടിയാണ് ഞങ്ങളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വർക്ക് എടുക്കുന്ന ഫാക്ടറിയുടെ പേരെന്ന് പറഞ്ഞാൽ സ്ലീപ്പ് ഡീലർ എന്നാണ്. ഇവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ പേരെന്ന് പറയുന്നത് സ്ലീപ്പ് ഡീലേഴ്സ് എന്നാണ്. ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട്, ഞാൻ എന്തിനാണ് ഈ ഒരു ജോലി ചെയ്യുന്നതെന്ന്. അങ്ങനെയുള്ള പല സിറ്റുവേഷൻസിലും ഞാൻ ഏത് ലോകത്താണ്, എൻ്റെ മുന്നിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യം തന്നെ എനിക്ക് മനസ്സിലാകത്തില്ല. ഇങ്ങനെയുള്ള പല അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ പോലും എന്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു ജോലി ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫാമിലി കാരണമാണ്. എൻ്റെ ഫാമിലിയിൽ നടന്നൊരു കാര്യം കൊണ്ട് മാത്രമാണ്. അങ്ങനെ ഇപ്പം നമ്മളെ കാണിക്കാൻ വേണ്ടി പോകുന്നത് ഇവൻ്റെ പാസ്റ്റ് ആണ്. അങ്ങനെ കഥ ഇപ്പോൾ നേരെ പോകുന്നത് മെക്സിക്കോയിലെ ഒരു ഗ്രാമത്തിലേക്കാണ്. അവിടെയാണ് നമ്മുടെ മെമോയും അവൻ്റെ ഫാമിലിയും ഉള്ളത്. അവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ മെമോൻ്റെ അമ്മയാണെങ്കിൽ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അവൻ്റെ അമ്മ വന്നിട്ട് അവൻ്റെ അച്ഛനോട് പറയുന്നുണ്ട്, നമുക്ക് കുറച്ച് വെള്ളം വേണം, നിങ്ങൾ പോയി കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവൻ്റെ അച്ഛൻ പറയുന്നുണ്ട്, ശരി, ഞാനും മെമോയും പോയിട്ട് വെള്ളം പിടിച്ചുകൊണ്ട് വരാം. അതൊക്കെ പോട്ടെ, മെമോ എവിടെയാണെന്ന് അവൻ്റെ അമ്മയോട് ചോദിക്കുമ്പോൾ അവൻ്റെ അമ്മ പറയാണ്, മെമോ ആണെങ്കിൽ ആ റൂമിനകത്ത് എന്തോ കാര്യം റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന്. നമ്മുടെ ഈ മെമോ ഉണ്ടല്ലോ, അവനാണെന്നുണ്ടെങ്കിൽ ഈ റിപ്പയറിംഗ് പരിപാടിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അവനിപ്പോൾ ഒരു റേഡിയോ റിസീവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് അവൻ്റെ അച്ഛൻ വന്നിട്ട് അവനെ വെള്ളം കോരാൻ വേണ്ടി വിളിക്കുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി വെള്ളം പിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ ആ ഒരു ഗ്രാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു വരണ്ട കാലാവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ വെള്ളത്തിനും ബാക്കിയുള്ള കാര്യങ്ങൾക്കെല്ലാം തന്നെ നല്ല ക്ഷാമമുണ്ട് അവിടെ. അങ്ങനെ അവർ നടന്ന് അവിടെ അടുത്തുള്ളൊരു വലിയ ഡാമിന് മുന്നിലേക്കാണ് പോകുന്നത്. അവരുടെ ആ ഒരു ഗ്രാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഒരു ബോർഡറിന്റെ അടുത്തായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടുത്തെ മിലിറ്ററി ഫോഴ്സ് ആണെങ്കിൽ അവിടെ തന്നെ ഉണ്ട്. അങ്ങനെ നമ്മുടെ മെമോയും അവൻ അച്ഛനും ആണെങ്കിൽ നടന്ന് ആ ഒരു ഡാമിന്റെ അടുത്തേക്ക് പോവുകയാണ്, അവിടുന്ന് വെള്ളം കോരാൻ വേണ്ടിയിട്ട്. പക്ഷേ അങ്ങനെ പെട്ടെന്ന് പോയിട്ട് അവിടുന്ന് വെള്ളം കോരാനൊന്നും പറ്റത്തില്ല. അതിന് കുറേ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. അതായത് ആ ഒരു ഡാമിന്റെ അങ്ങോട്ട് കയറാനുള്ള ആ ഒരു എൻട്രൻസ് ഉണ്ടല്ലോ, അതെല്ലാം തന്നെ ഇങ്ങനെ വേലി കെട്ടിട്ട് അടച്ചിരിക്കുകയാണ്. അപ്പോൾ ആർക്കെങ്കിലും വെള്ളം വേണമെന്നുണ്ടെങ്കിൽ അവിടെ പൈസ അടച്ചിട്ട് വേണം വെള്ളം വാങ്ങിക്കാനായിട്ട്. അവിടെയാണെങ്കിൽ ഒരു വലിയ തോക്കും ഒരു ക്യാമറയൊക്കെ തന്നെ ഉണ്ട്. അതായത് ആരെങ്കിലും ആണെങ്കിൽ അനധികൃതമായിട്ട് അവിടെ വെള്ളം കോരാൻ വരുന്നതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് അതങ്ങനെ വെച്ചിരിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ നമ്മുടെ മെമോയും അവൻ അച്ഛനും ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ക്യാമറയുടെ മുന്നിൽ വന്നിട്ട് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് കുറച്ച് വെള്ളം വേണമെന്ന്. അപ്പോൾ അവിടെ നിന്ന് ആൾക്കാർ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എത്ര ലിറ്റർ വെള്ളം വേണമെന്ന്. അപ്പോൾ അവർ പറയുന്നുണ്ട്, ഒരു 35 ലിറ്റർ വെള്ളം വേണമെന്ന്. അങ്ങനെയാണെങ്കിൽ ഒരു $65 വെച്ചിട്ട് നിങ്ങൾ വെള്ളം എടുത്തോണ്ട് പോയിക്കോളാൻ പറയുകയാണ്. അങ്ങനെ മെമോന്റെ അച്ഛനാണെങ്കിൽ പൈസ അടയ്ക്കുകയാണ്. പൈസ അടച്ചാൽ തന്നെ ആ ഒരു വാതിലാണെങ്കിൽ ഓപ്പൺ ആവുകയാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും അകത്തേക്ക് പോവുകയാണ്. എന്നിട്ട് അവർക്ക് വേണ്ട വെള്ളമെല്ലാം തന്നെ അവർ ശേഖരിക്കുകയാണ്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കാണെങ്കിൽ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പൈസ കൊടുത്ത് മേടിക്കേണ്ടി വരും. അങ്ങനെ ഇവർക്ക് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പൈസ കൊടുത്ത് മേടിക്കേണ്ടി വരും. ആരെങ്കിലും അവിടെ അനധികൃതമായിട്ട് കയറിയിട്ട് വെള്ളം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മിലിറ്ററി ഓഫീസേഴ്സ് ഇല്ലേ, അവരാണെങ്കിൽ അവരെ ഷൂട്ട് ചെയ്ത് കൊന്നു കളയും. നിങ്ങൾ ശ്രദ്ധിച്ചോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇവിടെയും ഫ്യൂച്ചറിനെ ബേസ് ചെയ്യുന്ന ഒരു കാര്യം നമ്മൾ കാണിക്കുന്നുണ്ട്. അതായത് വെള്ളത്തിന്റെ ക്ഷാമം. അതായത് ഇനി ഫ്യൂച്ചറിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ വെള്ളത്തിന് സ്വർണ്ണത്തെക്കായാലും വിലയായിരിക്കും. അതാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. അങ്ങനെ വെള്ളമൊക്കെ കോരി കഴിയുമ്പോഴത്തേനും നമ്മുടെ മെമോ ആണെങ്കിൽ അവൻ്റെ അച്ഛനോട് പറയുന്നുണ്ട്, നമ്മൾ എത്രയെന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ കഷ്ടപ്പാട് അനുഭവിക്കുന്നത്, നമുക്ക് ഈ ഒരു ഗ്രാമത്തിൽ നിന്ന് വേറെ എങ്ങോട്ടേലും പോയാലെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവൻ്റെ അച്ഛൻ പറയുന്നത്, ഞാൻ ഈ ഒരു നാട്ടിലാണെങ്കിൽ ജനിച്ചു വളർന്നതാണ്. പക്ഷേ ഈ ഒരു നാടിന്റെ അവസ്ഥ എനിക്കറിയാം, നീ പറയുന്നതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ നിന്റെ ഈ ഒരു തലമുറയും ഇവിടെ തന്നെ ജീവിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മളുടെ ഈ പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ കാരണം ഈ കാണുന്ന ഡാമാണ്. നമ്മൾക്ക് കിട്ടേണ്ട വെള്ളമെല്ലാം തന്നെ ആ ഒരു ഡാമിലാണ് പിടിച്ചു വെച്ചിരിക്കുന്നത്. ആ ഒരു ഡാം ആണെങ്കിൽ ഇല്ലായിരുന്നുവെങ്കിൽ നമുക്കാണ് ഇഷ്ടം പോലെ വെള്ളം കിട്ടിയേനെ, നമുക്കിങ്ങനെ കഷ്ടപ്പെടേണ്ടി വരില്ലായിരുന്നു എന്ന് അവൻ അച്ഛൻ പറയുകയാണ്. അങ്ങനെയാണ് രാത്രി നമ്മുടെ മെമ്മറി റിപ്പയർ ചെയ്തിട്ടുള്ള ആ ഒരു റേഡിയോ ഉണ്ടല്ലോ, അതാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വർക്ക് ചെയ്യുകയാണ്. പക്ഷെ അവനാണെന്നുണ്ടെങ്കിൽ ഓപ്പൺ സിഗ്നൽ മാത്രം കിട്ടുന്നില്ല. ആണെങ്കിൽ പേഴ്സണലായിട്ട് അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ട് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ അവൻ കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ആ ഒരു രീതിയിലാണ് അവൻ ആ ഒരു റേഡിയോ ഹാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെ സിറ്റീസിലും ടൗൺസിലൊക്കെ നടക്കുന്ന പല കാര്യങ്ങളും ആണെങ്കിൽ അവന് കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അങ്ങനെ അത് കേട്ട് അവനാണെങ്കിൽ അത് ഹോബിയായിട്ട് മാറിയിരിക്കുകയാണ്. ആ ഒരു ടൈമിൽ നമ്മുടെ മെമോന്റെ ബ്രദർ ആണെങ്കിൽ അങ്ങോട്ട് കയറുന്നിട്ട് ചോദിക്കുകയാണ്, എടാ നീ എന്താണ് ഇവിടെ ചെയ്യുന്നതെന്ന്. അപ്പോൾ അവൻ പറയുകയാണ്, എൻ്റെ ഈ റേഡിയോ ഉണ്ടല്ലോ അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടൊക്കെ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമാണെന്ന് പറയുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം നമ്മുടെ മെമോന്റെ ബ്രദർ ആണെന്നുണ്ടെങ്കിൽ ടി വിയിലാണെങ്കിൽ എന്തോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ പറയുന്നുണ്ട്, ഈ മനുഷ്യന്മാർ തമ്മിലൊക്കെ യുദ്ധം ഉണ്ടാവുന്ന സമയത്ത് ഒരുപാട് ആൾക്കാരാണ് മരിച്ചു വീഴുന്നത്
വരുന്നത്. അതിനൊരു പരിഹാരമായിട്ടാണ് ഞങ്ങളുടെ ഈ ഒരു ടെക്നോളജി ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. ഈ ഒരു ടെക്നോളജിയുടെ പേര് എന്ന് പറയുന്നത് നോട്ട്സ് എന്നാണ്. അതായത് മനുഷ്യന്മാരുടെ ശരീരത്തിലേക്ക് കുറച്ച് വയസ്സ് ഘടിപ്പിച്ചിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് എന്താ ഇംപ്ലാന്റ് ചെയ്യും. അങ്ങനെ അത് ഇംപ്ലാന്റ് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമ്മുടെ കണ്ണിന്റെ കളറൊക്കെ തന്നെ മാറും. ഇനിയാണ് ഇത് എന്താണ് സംഭവം എന്ന് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ ഒരു കോൺഷ്യസ് മൈൻഡ് ഉണ്ടല്ലോ, അതിനെ കൺട്രോൾ ചെയ്യുന്ന പരിപാടിയാണ് ഇത്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു യുദ്ധം നടക്കുന്ന സമയത്ത് യുദ്ധവിമാനം പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു യുദ്ധവിമാനത്തിനെ ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ഇൻ കേസ് ആ ഒരു യുദ്ധവിമാനം പൊട്ടിത്തെറിച്ചാൽ പോലും നമുക്കൊന്നും പറ്റത്തില്ല, ആ ഒരു വിമാനത്തിന് മാത്രമേ പറ്റത്തുള്ളൂ. അങ്ങനെയുള്ള ഒരു വ്യത്യസ്തമായ ടെക്നോളജിയാണിത്. ഇതാണ് ആ ഒരു ടെക്നോളജിയുടെ കോർ പ്ലാൻ എന്ന് പറയുന്നത്. അങ്ങനെ അന്ന് രാത്രി ആയപ്പോൾ നമ്മുടെ മെമോ ഉണ്ടല്ലോ, അവിടെ സ്ഥിരം പരിപാടി തുടങ്ങിയാണ്. അതായത് മറ്റേ റേഡിയോ ഉപയോഗിച്ചിട്ട് ആ പ്രൈവറ്റ് സിഗ്നലൊക്കെ വെച്ച് കേൾക്കത്തില്ലേ, ആ ഒരു പരിപാടി. അങ്ങനെ അന്ന് രാത്രിയിലും അവൻ ആ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ടൈമിലാണെന്നുണ്ടെങ്കിൽ അവനൊരു പ്രൈവറ്റ് സിഗ്നൽ കിട്ടുന്നുണ്ട്. നേരത്തെ ടിവിയിൽ കാണിച്ച ആ ഒരു നോട്ട്സ് എന്ന് പറഞ്ഞ ആ ഒരു കമ്പനി ഇല്ലേ, അതിൽ ഈ ഒരു നോട്ട്സ് ടെക്നോളജി ഉപയോഗിക്കുന്ന ഒരു ഓഫീസർ ആണെന്നുണ്ടെങ്കിൽ മറ്റൊരാൾ സംസാരിക്കുന്നത് ഇവൻ കേൾക്കുകയാണ്. അയാളുടെ മേലധികാരിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു ഡ്രോണിനെ കൺട്രോൾ എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് അത് വെച്ചിട്ട് നമുക്ക് തീവ്രവാദികളൊക്കെ തന്നെ അടിക്കാമെന്ന് അയാൾ പറയുകയാണ്. ആ ഒരു ടൈമിൽ അയാളുടെ സിഗ്നൽ ആണെങ്കിൽ എന്തോ ഡിസ്ട്രാക്ഷൻ വരുന്നുണ്ട്. അതാണെങ്കിൽ ആ ഒരു ഓഫീസറിന് മനസ്സിലാവുന്നുണ്ട്. അയാൾക്കത് മനസ്സിലായി എന്നുള്ള കാര്യം നമ്മുടെ മെമോ മനസ്സിലാക്കിയ സമയത്ത് തന്നെ അവനാണെങ്കിൽ അതെല്ലാം തന്നെ ക്ലോസ് ചെയ്യുകയാണ്. ഇതൊക്കെ കേട്ട് പേടിച്ചിട്ട് നമ്മുടെ മെമോ ആണെങ്കിൽ അടുത്ത ദിവസം ആകാശത്തേക്ക് നോക്കിയിരിക്കുകയാണ്. ഇനി വല്ല ഡ്രോണും വന്നിട്ട് നമ്മൾ ആക്രമിക്കുമെന്നൊക്കെ പേടിച്ചിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കും നമ്മുടെ മെമോ ആണെന്നുണ്ടെങ്കിൽ അവന്റെ അങ്കിളുടെ വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ അങ്കിളുടെ വീട്ടിലത്തെ മെമോ ആണെന്നുണ്ടെങ്കിൽ ടിവിയിൽ ഒരു ന്യൂസ് കാണുന്നുണ്ട്. ഈ ഇടയായിട്ട് തീവ്രവാദികളുടെ എണ്ണം കൂടി വരികയാണ്. ഇപ്പോൾ ഇതാ പുതിയ കുറച്ച് ടെററിസ്റ്റുകൾ വന്നിട്ടുണ്ട്. അവരുടെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കോ ടെററിസ്റ്റുകൾ എന്നാണ്. ഈ ഒരു ടെററിസ്റ്റുകളാണെന്നുണ്ടെങ്കിൽ ജലത്തിന് വേണ്ടിയിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നത്. അതായത് ഈ ഒരു കാലഘട്ടത്തിലാണെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് ആണ് ജലം നിയന്ത്രിക്കുന്നത്. അതായത് ആർക്കൊക്കെ എത്ര കൊടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഗവൺമെന്റ് ആണ് ഇപ്പൊ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ ഈ ഡാമൊക്കെ കിട്ടിയിട്ട് ജലം തടഞ്ഞു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണ ജനങ്ങൾക്ക് ഈ വെള്ളം കിട്ടാറില്ല. ഇനി അവർക്ക് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ അവർ ഇവരുടെ കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് മേടിക്കേണ്ടി വരും. അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ആൾക്കാരാണെങ്കിൽ അതിനെതിരെ പ്രതിഷേധിക്കുകയാണ്. ആ ഒരു പ്രതിഷേധിക്കുന്ന ആൾക്കാരെയാണ് ഇവർ ഈ അക്കോ ടെററിസ്റ്റ് എന്ന് പറയുന്നത്. മാത്രമല്ല കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ സിഗ്നൽസ് ആണെങ്കിൽ ആരൊക്കെ ചേർന്ന് ഹാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഹാക്ക് ചെയ്ത സ്ഥലം എന്ന് പറഞ്ഞാൽ മെക്സിക്കോയിലുള്ള ഈ ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്നാണ്. അതിന് തൊട്ടടുത്ത് തന്നെയാണ് ഒരു വലിയ ഡാം ഉള്ളത്. അതുകൊണ്ടൊക്കെ തന്നെ ആ ഒരു അക്കോ ടെററിസ്റ്റ് പെട്ട ആരെങ്കിലും ആയിരിക്കും ഇത് ചെയ്തിട്ടുണ്ടാവുക എന്നാണ് അവർ പറയുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ മെമോ തന്നെയായിരുന്നു അത്. പക്ഷേ അവൻ അറിയാണ്ട് പറ്റിയ ഒരു മിസ്റ്റേക്ക് ആണ്. അത് ഇത്ര വലിയ സംഭവമായി മാറും എന്നുള്ള കാര്യം അവൻ ഒരിക്കലും പ്രതീക്ഷിച്ച് കാണത്തില്ല. അവന്റെ വീട് തന്നെയായിരുന്നു അവർ കണ്ടുപിടിച്ച ആ ഒരു ലൊക്കേഷൻ. അതുകൊണ്ട് തന്നെ ആ ഒരു വീട് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരാണെങ്കിൽ ഡ്രോൺസ് ഒക്കെ അയക്കുന്നതായിട്ട് പറയുന്നുണ്ട്. മാത്രമല്ല ആ ഡ്രോൺ അയക്കുന്ന ലൈവ് ആയിട്ടുള്ള വിഷ്വൽസും കാര്യങ്ങളൊക്കെ ടി വി കൂടി കാണിക്കുന്നുണ്ട്. ഇത് കണ്ട് നമ്മുടെ മെമ്മോയും അവന്റെ ബ്രദറും ആണെന്നുണ്ടെങ്കിൽ അവർ അങ്കിളുടെ വീട്ടിലാണല്ലോ. പക്ഷെ അവന്റെ അച്ഛനാണെന്നുണ്ടെങ്കിൽ അവന്റെ വീട്ടിൽ തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അവനാണെങ്കിൽ വേഗം തന്നെ അവന്റെ വീട്ടിലേക്ക് തിരിച്ചു ഓടുകയാണ്. അവരവിടെ എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ ആ ഒരു ഡ്രോൺ ആണെങ്കിൽ അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ആക്ച്വലി അത് ഡ്രോൺ മാത്രമാണ്, അത് കൺട്രോൾ ചെയ്യുന്ന ആള് മറ്റൊരിടത്താണുള്ളത്. ആ ഒരു നോട്ട് ടെക്നോളജി വെച്ച് തന്നെയാണ് അയാൾ അത് കൺട്രോൾ ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ മെമ്മോന്റെ വീട്ടിലേക്ക് ഒരു മിസൈൽ വിടുകയാണ്. അവന്റെ വീടാണെന്നുണ്ടെങ്കിൽ തകർന്ന് തരിപ്പണമായി മാറുകയാണ്. എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് അവന്റെ അച്ഛനാണെങ്കിൽ വീടിന്റെ പുറത്തേക്ക് വന്നപ്പോഴത്തേനും അതൊരു തീവ്രവാദി എന്ന് പറഞ്ഞിട്ട് അവന്റെ അച്ഛന് നേരെ ആണെങ്കിൽ ഒരു മിസൈൽ വിടുകയാണ്. അത് നേരെ വന്ന് അവന്റെ അച്ഛന്റെ ദേഹത്ത് കൊണ്ടതും അയാളാണെങ്കിൽ ചിന്നിച്ചിതറി പോവുകയാണ്. ഇത് കണ്ട നമ്മുടെ മെമോ ആണെന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റാണ്ട് അവിടെ ഇരുന്ന് കരയുകയാണ്. താൻ കാരണമാണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് ഓർത്തിട്ട് അവൻ വല്ലാണ്ടിരുന്ന് വിഷമിക്കുകയാണ്. അങ്ങനെ അവന്റെ അച്ഛന്റെ ഡെഡ് ബോഡി ആണെന്നുണ്ടെങ്കിൽ ഫ്യൂണറലിന് വേണ്ടിയിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ മെമോ ആണെന്നുണ്ടെങ്കിൽ അവൻ നമ്മുടെ അടുത്ത് പോയിട്ട് പറയുകയാണ്, എനിക്ക് ഈ ഒരു ഗ്രാമത്തിൽ നിൽക്കാൻ തീരെ താല്പര്യമില്ല, അതുകൊണ്ട് തന്നെ ഞാൻ നേരെ സിറ്റിയിലേക്ക് പോകാന്ന് പറഞ്ഞിട്ട് അവൻ സിറ്റിയിലേക്ക് പോവുകയാണ്. അവൻ അങ്ങനെ ആ ഒരു ബസ്സിൽ കയറിയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്ത് ആ ഒരു ബസ് ആണെങ്കിൽ ഒരു സ്റ്റോപ്പിൽ നിർത്തുകയാണ്. ആ ഒരു ടൈമിൽ ഒരു ലേഡി ആണെന്നുണ്ടെങ്കിൽ ബസ്സിലോട്ട് കയറുന്ന സമയത്ത് അവളെ ആണെങ്കിൽ നന്നായിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവളാണെങ്കിൽ ബസ്സിനുള്ളിലോട്ട് കയറിയിട്ട് നമ്മുടെ മെമ്മോന്റെ അടുത്താണ് വന്നിരിക്കുന്നത്. ഇവളുടെ പേരാണ് ലസ്. ഇവളുടെ കയ്യിലാണെന്നുണ്ടെങ്കിൽ മറ്റേ ടെക്നോളജിയിലെ നോട്ട്സ്, ആ ഡ്രോൺസിനെല്ലാം കൺട്രോൾ ചെയ്യുന്നത് അതാണെങ്കിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. ഇത് കണ്ടിട്ട് നമ്മുടെ മെമോ ആണെങ്കിൽ അവളോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ കയ്യിൽ ഇംപ്ലാന്റ് ചെയ്തിരിക്കുന്ന ആ ഒരു നോട്ട്സ് ഇല്ലേ, അത് എങ്ങനെയാണ് കിട്ടിയെന്ന് ചോദിക്കുകയാണ്. ആ ടൈമിൽ അവൾ പറയുന്നത് അവളുടെ ഒരു ഫ്രണ്ട് മുഖേനയാണ് അവൾക്ക് അത് കിട്ടിയതാണ്. അപ്പോൾ അവൻ ചോദിക്കുന്നുണ്ട്, എനിക്ക് ഇതുപോലെ തുറന്ന് കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്, ഇത് എവിടെ നിന്നാണ് കിട്ടുക ചോദിക്കുമ്പോഴത്തേനും അവൾ പറയുന്നുണ്ട്, ഇതാണെങ്കിൽ സിറ്റിയിൽ ഒരു സ്റ്റോൾ ഉണ്ട്, അവിടെ പോയി കഴിഞ്ഞാൽ എനിക്കത് കിട്ടുമെന്ന് പറയുകയാണ്. നീ അവിടേക്ക് പോയി കഴിഞ്ഞാൽ അവിടെയാണ് ഇത് ചെയ്തു കൊടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, അവരെ പോയി കണ്ടു കഴിഞ്ഞാൽ മതി എന്ന് പറയുകയാണ്. അതുപോലെ തന്നെ അവളാണെങ്കിൽ അവനോട് ചോദിക്കുന്നുണ്ട്, നീ എവിടെ നിന്നാണ് വരുന്നത്, നീ ആരാണെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അപ്പോൾ നമ്മുടെ മെമോ പറയുന്നുണ്ട്, ഞാൻ ഇതുപോലെ ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്നാണ് വരുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ആ ഒരു ബസ് ആണെങ്കിൽ സിറ്റിയിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മുടെ ലെക്സ് ഇല്ലേ, അവളാണെന്നുണ്ടെങ്കിൽ അവളുടെ സ്ഥലത്തേക്ക് പോവുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ നോട്ട്സ് ടെക്നോളജി ഉപയോഗിച്ചിട്ട് നമുക്ക് ഡ്രോൺ മാത്രമല്ല കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്, നമ്മുടെ ശരീരം മുഴുവൻ നമുക്കൊരു ഹാർഡ് ഡിസ്ക് ആയിട്ട് മാറ്റാനായിട്ട് പറ്റും. നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ കാണുന്നോ അതിൽ തന്നെ നമ്മുടെ കണ്ണിൽ കൂടി റെക്കോർഡ് ചെയ്ത് നമുക്കാണെങ്കിൽ ഒരു കമ്പ്യൂട്ടറിലോട്ട് കയറ്റാനായിട്ട് പറ്റും. നമ്മുടെ ലെക്സ് ആണെങ്കിൽ ഇന്ന് കണ്ട കാര്യങ്ങളൊക്കെ തന്നെ അവളുടെ സിസ്റ്റത്തിലേക്ക് കോപ്പി ചെയ്യുകയാണ്. അവൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ കാര്യങ്ങൾ മാത്രമേ അവൾ ഇന്റർനെറ്റിലേക്ക് അപ്ലോഡ് ചെയ്യാറുള്ളൂ. അങ്ങനെ അപ്ലോഡ് ചെയ്യുന്ന സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് ഒരുപാട് ആൾക്കാർ വേറെ ഉണ്ട്. അങ്ങനെ ലെക്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ മെമ്മോന്റെ മെമ്മറീസ് ഒക്കെ ഇങ്ങനെ മൈൻഡിലൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവൻ എങ്ങനെയാണ്, ഇവൻ കണ്ടിട്ടൊരു പാവം പോലെ തോന്നുന്നുണ്ട്, ആ രീതിയിൽ അവന്റെ മെമ്മറീസ് മൈൻഡിലേക്ക് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ആ മെമ്മറീസ് ഒക്കെ തന്നെ ഇന്റർനെറ്റിൽ അപ്ലോഡ് ചെയ്യുകയാണ്. നമ്മുടെ മെമ്മോ ആണെങ്കിൽ ഇപ്പോൾ ആ ഒരു സിറ്റിയിലെ ഒരു സ്ട്രീറ്റിലാണ്. അവിടെയാണെങ്കിൽ ഒരുപാട് ആൾക്കാരുണ്ട്, ഈ നോട്ട്സ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതിൽ കുറച്ച് പേര് വന്നിട്ട് ഇവനോട് ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ ഫ്രീ ആയിട്ട് എനിക്ക് നോട്ട്സ് ഒക്കെ ഇൻസ്റ്റാൾ ആക്കി തരാന്നൊക്കെ പറഞ്ഞ് അവനെ വിളിക്കുന്നുണ്ട്.
ചെയ്യുന്നുണ്ട്. പക്ഷെ അവൻ മുന്നോട്ട് തന്നെ നടന്നു പോവുകയാണ്. എന്നാൽ നമ്മുടെ മെമ്മോയ്ക്കാണെന്നുണ്ടെങ്കിൽ ആരെ വിശ്വസിക്കണമെന്ന് അറിയത്തില്ല. അങ്ങനെ അവൻ ഒരു സ്ഥലത്ത് നിൽക്കുന്ന സമയത്ത് അവിടെ ഒരാൾ വന്നിട്ട് പറയുന്നുണ്ട്, എന്താ സാറേ പേടിയാവുന്നുണ്ടോ? പേടിക്കുന്ന കാര്യമൊന്നുമില്ല കേട്ടോ, അവന്മാർക്കൊന്നും പണിയൊന്നും അറിയത്തില്ല. ദേ എന്റെ കയ്യിലോട്ട് നോക്കിയേ, ഞാൻ ഇതിന്റെയൊക്കെ പ്രൊഫഷണൽ ആണ്. അങ്ങനെ ഇതൊക്കെ കണ്ടപ്പോഴത്തേക്ക് നമ്മുടെ മെമ്മോയ്ക്കാണെങ്കിൽ അവനിൽ ഒരു വിശ്വാസം വരികയാണ്. അങ്ങനെ നമ്മുടെ മെമ്മോ ആണെങ്കിൽ അവന്റെ പിന്നാലെ അവന്റെ വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിലെത്തി കഴിയുമ്പോഴത്തേക്കും മറ്റവനാണെന്നുണ്ടെങ്കിൽ മെമ്മോന്റെ തലക്കിട്ട് അടിച്ചിട്ട് അവന്റെ സാധനങ്ങളെല്ലാം തന്നെ മോഷ്ടിച്ചുകൊണ്ട് പോവുകയാണ്. അങ്ങനെ കയ്യിൽ പൈസ ഒന്നുമില്ല നമ്മുടെ മെമ്മോ ആണെങ്കിൽ ആകെ വിഷമിച്ചിങ്ങനെ ഇരിക്കുകയാണ്. കാര്യം അവനാണെങ്കിൽ ഇന്ന് കിടക്കാൻ പോലും ഒരു സ്ഥലമില്ല. അങ്ങനെ നമ്മുടെ മെമ്മോ വിഷമിച്ച് കിടക്കുന്ന സമയത്ത് അവനാണെങ്കിൽ ഒരു ചെറിയ കുടിൽ പോലെ കാണുകയാണ്. അപ്പൊ അതിന് തൊട്ടപ്പുറത്താണെങ്കിൽ കുറച്ച് ആൾക്കാർ ഇരിപ്പുണ്ടായിരുന്നു. അവരോട് ചോദിക്കുന്നുണ്ട് ഇവിടെ താമസിക്കാൻ പറ്റുമെന്ന്. അപ്പോൾ ആ സ്ട്രേഞ്ചേഴ്സ് പറയുന്നുണ്ട് അവിടെ ആൾ താമസം ഒന്നും തന്നെ ഇല്ല, നീ വേണമെങ്കിൽ കയറി താമസിച്ചോളാൻ. അങ്ങനെ അന്ന് രാത്രി നമ്മുടെ മെമ്മോ ആണെങ്കിൽ അവിടെ തന്നെയാണ് കഴിഞ്ഞു കൂടുന്നത്. അവനാണെങ്കിൽ ഇടയ്ക്ക് അവന്റെ അച്ഛന്റെ ഫോട്ടോ എടുത്തിട്ട് നോക്കുന്നുണ്ട്. അവൻ അച്ഛന്റെ മരണത്തിന് കാരണം അറിഞ്ഞോ അറിയാതെ അവനാണെന്നുള്ള ഒരു ഫീല്, ഒരു ഗിൽറ്റി ഫീല് അവനുണ്ടായിരുന്നു. അങ്ങനെ അവൻ അതൊക്കെ ആലോചിച്ച് ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. അങ്ങനെ ഇപ്പൊ നമ്മുടെ ലെക്സ് ആണെന്നുണ്ടെങ്കിൽ രാവിലെ നോക്കുന്ന സമയത്ത് അവളാണെങ്കിൽ അവന്റെ ഡേറ്റാസ് ഒക്കെ, അതായത് നമ്മുടെ മെമ്മോന്റെ ഡേറ്റാസ് ഒക്കെ അവള് ഓൺലൈനിൽ വിറ്റിട്ടുണ്ടായിരുന്നല്ലോ. ഇപ്പോൾ ആ ഒരു ഡേറ്റയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ആരാണ് ആ പയ്യൻ? അവന്റെ ഡേറ്റാസ് ഇനിയും വേണമെന്ന് പറഞ്ഞിട്ട് ക്ലയൻസ് ആണെങ്കിൽ ഇവൾക്ക് മെസ്സേജ് അയക്കുകയാണ്. ഒരുപാട് ആളുകൾ വലിയ വലിയ എമൗണ്ട് ഒക്കെയാണ് അവന്റെ ഡേറ്റാസിന് വേണ്ടിയിട്ട് ഓഫർ ചെയ്യുന്നത്. അങ്ങനെ ഇപ്പൊ ലെക്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ മെമ്മോന്റെ മെമ്മറീസ് ഒക്കെ വിൽക്കാൻ വേണ്ടിയിട്ട് അവനെ തേടി ഇങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ്. അങ്ങനെ അവനെ തേടിയിട്ട് മറ്റേ നോട്ട്സ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുന്ന ഒരു സ്ട്രീറ്റ് ഉണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നു, അവിടേക്കാണ് അവൾ ഇപ്പൊ പൊക്കോണ്ടിരിക്കുന്നത്. അവളുടെ പ്രതീക്ഷ തെറ്റിയിട്ടുണ്ടായിരുന്നില്ല. അവൾ വിചാരിച്ച പോലെ അവനാണെങ്കിൽ ആ ഒരു സ്ട്രീറ്റിൽ തന്നെ ഉണ്ടായിരുന്നു. അവന്റെ കയ്യിലാണെങ്കിൽ ഇപ്പൊ 10 പൈസ ഇല്ല. അവൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവൻ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ്. അപ്പോഴാണ് അവൾ വന്ന് ഇവനെ മീറ്റ് ചെയ്യുന്നത്. മെമ്മോ അവളോട് പറയുന്നുണ്ട്, നീ പറഞ്ഞിട്ടില്ല ഞാൻ ഈ സ്ട്രീറ്റിലേക്ക് വന്നത്, നോട്ട്സ് ഇൻസ്റ്റാൾ ചെയ്ത് തരാന്ന് പറഞ്ഞിട്ട് ഒരു മോയിൻ തന്നെ കൊണ്ടുപോയി. അവൻ അവന്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് എന്നെ തലക്കടിച്ച് ബോധം കെടുത്തിട്ട് എന്റെ സാധനങ്ങളെല്ലാം മോഷ്ടിച്ചുകൊണ്ട് പോയി. ഇപ്പൊ എനിക്ക് ഒരു നിവൃത്തിയില്ല, ഞാനിപ്പോ പെരുവഴിയിലാവേണ്ട അവസ്ഥയായെന്നൊക്കെ പറയുകയാണ്. എക്സ് പറയുന്നുണ്ട്, നീ അതൊക്കെ വിട്, നീ വിഷമിക്കണ്ട, നീ ഇപ്പൊ എന്റെ കൂടെ വരാൻ പറഞ്ഞിട്ട് അവളാണെങ്കിൽ അവന്റെ ഒരു പബ്ബിലേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയാണ്. ആ ഒരു പബ്ബിലാണെങ്കിൽ നോട്ട്സ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. വളരെ വിചിത്രമായ രീതിയിലൊക്കെയാണ് അവർ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ലെക്സ് ആണെങ്കിൽ അതിനുള്ളിൽ ഒരു റൂം ഉണ്ടായിരുന്നു. അവിടേക്ക് നമ്മുടെ മെമ്മോനെ കൂട്ടിക്കൊണ്ട് പോവുകയാണ്. ആ ടൈമിൽ നമ്മുടെ മെമ്മോ ആണെങ്കിൽ അവളോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്നെ കൊള്ളയടിക്കാൻ വേണ്ടി പോവാണെന്ന്, എന്റെ കയ്യിൽ 10 പൈസ ഇല്ല കേട്ടോ എന്നൊക്കെ പറയുന്ന സമയത്ത് അവൾ പറയുന്നുണ്ട്, എനിക്ക് അതൊക്കെ അറിയാം, നിന്നെ ഇപ്പൊ ഞാൻ സഹായിക്കാൻ വേണ്ടിയിട്ട് നിന്റെ ദേഹത്തേക്ക് ഈ ഒരു നോട്ട്സ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിന്നെ ഇവിടെ കൂട്ടിക്കൊണ്ട് വന്നത് എന്ന് അവൾ പറയുകയാണ്. അവൾ പറയുന്നുണ്ട്, ആദ്യം കുറച്ച് വേദനയൊക്കെ ഉണ്ടായിരിക്കും, പക്ഷെ നീ അത് സഹിച്ചിരുന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അവളാണെങ്കിൽ അവന്റെ ദേഹത്തേക്ക് ഈ നോട്ട്സ് ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. ഈ നോട്ട്സ് നമ്മുടെ ശരീരത്തിലേക്ക് പ്ലഗ് ചെയ്തിട്ട് നമ്മുടെ നെർവ്സുമായിട്ട് കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ ഒരു ടൈമിൽ മെമ്മോ പറയുന്നുണ്ട്, എനിക്കൊരു സ്ലീപ്പ് ഡീലർ ആവണമെന്ന് ആഗ്രഹമുണ്ട്, അതിനായിട്ട് എന്താ ചെയ്യേണ്ടത് ചോദിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട്, അവിടെ ഒരു ഫാക്ടറി ഉണ്ട്, അവിടേക്ക് പോയി കഴിഞ്ഞാൽ നിനക്കൊരു സ്ലീപ്പ് ഡീലർ ആവാൻ പറ്റുമെന്ന് പറയുകയാണ്. അങ്ങനെ നമ്മുടെ മെമ്മോ ആണെങ്കിൽ ഇപ്പൊ ആ ഒരു സ്ലീപ്പ് ഡീലറിന്റെ ആ ഒരു ഫാക്ടറിയിലേക്ക് പോവുകയാണ്. അതിനുള്ളിലേക്ക് കയറി നമ്മുടെ മെമ്മോ ആണെങ്കിൽ ആകെ ആശ്ചര്യത്തോടെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അവിടെയാണെങ്കിൽ കുറെ മനുഷ്യന്മാരെ കുറച്ച് വയസ്സൊക്കെ ആയിട്ട് ഘടിപ്പിച്ചിരിക്കുകയാണ്. അവരുടെ കണ്ണിലാണെങ്കിൽ ഒരു ലെൻസും വായിലാണെങ്കിൽ ഒരു ഡിവൈസും ഘടിപ്പിച്ചിട്ടുണ്ട്. ഫ്യൂച്ചറിൽ ഇനി എല്ലാ പണി എടുക്കാൻ വേണ്ടി പോകുന്ന റോബോട്ട്സ് ആയിരിക്കും. അതുകൊണ്ടൊക്കെ തന്നെ ഇവിടെയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർ ആ ഒരു മൈൻഡ് വെച്ചിട്ട് വേറെ എവിടെയുള്ള റോബോട്ടിനെ മൈൻഡ് വെച്ച് കൺട്രോൾ ചെയ്ത് പണി എടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കൺട്രോൾ ചെയ്യുന്ന ആൾക്കാരെയാണ് സ്ലീപ്പ് ഡിലേസ് എന്ന് പറയുന്നത്. അവിടെയുള്ള ഒരു മെമ്മോ എടുത്ത് പറയുന്നുണ്ട്, നിനക്ക് ഇത് കൺസ്ട്രക്ഷൻ ഫീൽഡിലാണ് വർക്കുന്നത്. അങ്ങനെ മെമ്മോ ആണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയുള്ള വയറും കാര്യങ്ങളൊക്കെ തന്നെ അവന്റെ നോട്ട്സിലേക്ക് കണക്ട് ചെയ്യുകയാണ്. അവന്റെ കണ്ണിലേക്ക് അവനൊരു ലെൻസ് വെക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം കൂടി വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും അവന്റെ മൈൻഡ് ആകെ മാറിപ്പോയി. അവന്റെ ബോഡി ഇവിടെയാണെങ്കിലും അവന്റെ മൈൻഡ് ആണെങ്കിലും വേറെ എവിടെ പണിയെടുക്കുന്ന റോബോട്ടിന്റെ ഉള്ളിലേക്ക് കയറുകയാണ്. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ നമ്മുടെ മെമ്മോയ്ക്കാണെങ്കിൽ ആകെ പേടിയാവുന്നുണ്ട്. മാത്രമല്ല ആ റോബോട്ട് ഉള്ളത് ഒരു വലിയ കെട്ടിടത്തിന്റെ മുഖത്താണ്. അവൻ താഴേക്ക് നോക്കുമ്പോൾ അവിടെ ഒരു സൂപ്പർവൈസർ ഇപ്പോൾ ഉണ്ടായിരുന്നു. അയാൾ ഇവനോട് ചോദിക്കുന്നുണ്ട്, ഏയ് നീ പുതിയ റോബോട്ടാണോ? പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ആദ്യം ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും, നീ തൽക്കാലം ആ ഒരു കമ്പിയൊക്കെ തന്നെ വെൽഡ് ചെയ്യാൻ വേണ്ടി പറയുകയാണ്. ആ ഒരു സൂപ്പർവൈസർ ആണെങ്കിൽ ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത്. പക്ഷെ നമ്മുടെ മെമ്മോയ്ക്കാണെങ്കിൽ സ്പാനിഷ് മനസ്സിലാവത്തുള്ളൂ. പക്ഷെ നല്ല കാര്യം എന്ന് പറയാലോ, ആ ഒരു സ്ലീപ്പ് ഡീലറിലാണെന്നുണ്ടെങ്കിൽ ട്രാൻസ്ലേഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അയാൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഇവര് മനസ്സിലാവുകയാണ്. അങ്ങനെ നമ്മുടെ മെമ്മോ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു കൺസ്ട്രക്ഷൻ ഫീൽഡിലുള്ള റോബോട്ടിനെ വെച്ച് പണി എടുപ്പിക്കുകയാണ്. അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേനും അവനാണെങ്കിൽ തരക്കേടില്ലാത്ത ഒരു പൈസയും കിട്ടിയിട്ടുണ്ടായിരുന്നു. കിട്ടിയ പൈസയാണെന്നുണ്ടെങ്കിൽ അവൻ ബ്രദറിന് അവൻ അയച്ചു കൊടുക്കുകയാണ്, അത് വിർച്വൽ ആയിട്ട്. പക്ഷെ എന്ത് പറയാനാ, വിർച്വൽ ആയിട്ട് അയച്ച സമയത്ത് അവനാണെങ്കിൽ ഒരുപാട് ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അങ്ങനെ വളരെ തുച്ഛമായ ഒരു എമൗണ്ട് ആണ് അവന്റെ ബ്രദറിന് കിട്ടിയത്. അതൊക്കെ കഴിഞ്ഞ് അവന്റെ ഫ്രീ ടൈമിലാണെങ്കിൽ അവൻ പബ്ബിലേക്ക് വരാറുണ്ടായിരുന്നു. അങ്ങോട്ടേക്ക് ലെക്സും വരുമായിരുന്നു. അവനാണെങ്കിൽ ലെക്സിനെ ഒരുപാട് ഇഷ്ടമായി തുടങ്ങിയിരുന്നു. അവൾ അവനോട് നല്ല രീതിയിൽ പെരുമാറുന്ന കണ്ടിട്ടാണ് അവൻ അങ്ങനെ തോന്നിയത്. പക്ഷെ അവൾ എന്തുകൊണ്ടാണ് അവനോട് നന്നായിട്ട് പെരുമാറുന്നുള്ള കാര്യം നമുക്കറിയാം. അങ്ങനെ കുറച്ചു നേരം അവളാണെങ്കിൽ മെമ്മോന്റെ ഒപ്പം സ്പെൻഡ് ചെയ്യുകയാണ്. എന്നിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരികയാണ്. അന്നേ ദിവസം അവൾക്ക് കിട്ടിയ ആ ഒരു മെമ്മറീസ് ഒക്കെ തന്നെ അവളാണെങ്കിൽ ഓൺലൈനിൽ വിളിക്കാൻ ആരംഭിക്കുകയാണ്. പക്ഷെ അവൾക്കാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഗിൽറ്റി ഫീൽ വരുന്നുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെമ്മോ ആണെങ്കിൽ കുറച്ച് ഇന്നസെന്റ് ആണെന്നുള്ള കാര്യം അവൾക്ക് അറിയാമായിരുന്നു. ആ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ ലെക്സ് ആണെങ്കിൽ അവൻ അറിയാണ്ട് ഇഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അവൾ തെറ്റാണോ ചെയ്യുന്നുള്ള കാര്യം അവൾക്ക് ഒരു നിമിഷം തോന്നി പോവുകയാണ്. ആ ഒരു നിമിഷം നമ്മുടെ മെമ്മോന്റെ മെമ്മറീസ് വേണമെന്ന് പറഞ്ഞിട്ട് ഒരു ക്ലയന്റ് ആണെങ്കിൽ ഒരു വലിയ തുക ഇവർക്ക് ഓഫർ ചെയ്യുകയാണ്. ആ ഒരു വലിയ തുക ഓഫർ ചെയ്തത് മറ്റാരും അല്ലായിരുന്നു, ആ ഒരു ആർമിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളുണ്ടായിരുന്നില്ലേ, നമ്മുടെ മെമ്മോന്റെ വീടൊക്കെ ആ ഒരു ഡ്രോൺ വെച്ച് പൊട്ടിച്ചിട്ടുള്ള ആ ഒരു വ്യക്തിയില്ലേ, അയാളാണ് മെമ്മോന്റെ മെമ്മറിക്ക് വേണ്ടിയിട്ട് ഇത്ര വലിയ തുകയൊക്കെ ഓഫർ ചെയ്യുന്നത്. ലെക്സ് ആണെങ്കിൽ മെമ്മോന്റെ മെമ്മറീസ് ഒക്കെ തുടക്കത്തിലെ ഇങ്ങനെ ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അതൊക്കെ വെച്ചിട്ട് ഇയാൾക്കാണെങ്കിൽ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഇത് അവൻ തന്നെ ആണോ എന്നുള്ള കാര്യം. ആ ഒരു മെമ്മറീസിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു മെമ്മോ പറയുന്നുണ്ട് അവൻ ഈ ഒരു ഗ്രാമത്തിൽ നിന്നാണ് വരുന്നതെന്നുള്ള കാര്യം. അതൊക്കെ വെച്ചൊരു ഡൗട്ട് കൊണ്ടാണ് ഇപ്പൊ ആ ഒരു ആർമി വർക്കർ ആണെങ്കിൽ മെമ്മോന്റെ മെമ്മറീസ് ഒക്കെ ചോദിക്കുന്നത്. അയാൾ ലെക്സിനോട് പറയുന്നുണ്ട്,
പറയുന്നുണ്ട് അവന്റെ അച്ഛനെ പറ്റി തിരക്കിയിട്ട് എന്നോടൊന്ന് പറയണമെന്ന്. അങ്ങനെയാണെങ്കിൽ ഞാൻ കുറച്ചേറെ പൈസ തരാമെന്ന് അയാൾ പറയുകയാണ്. അങ്ങനെ ഇപ്പൊ നമ്മുടെ മെമോ ആണെങ്കിൽ ഇപ്പൊ വീണ്ടും ആ ഒരു സ്ലീപ്പ് ഡീലറിന്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവനെ റോബോട്ടിനെ വെച്ചിട്ട് ഒരു മിറർ ആണെങ്കിൽ എടുത്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ടൈമിൽ ആ മിററിലൂടെ അവന്റെ റിഫ്ലക്ഷൻ അവൻ കാണുന്നുണ്ട്. ആ ഒരു റിഫ്ലക്ഷനിലൂടെ അവൻ കാണുന്നത് ആ റോബോട്ട് തന്നെയാണ്. അത് കണ്ടിട്ട് അവനാണെങ്കിൽ ഇങ്ങനെ ആശ്ചര്യത്തോട് നോക്കുന്നുണ്ട്. ഇത് ഞാൻ തന്നെയാണോ അതോ ഈ റോബോട്ടാണോ ഇനി വേറെന്തെങ്കിലും ആണോ എന്നുള്ള രീതിയിൽ അവൻ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ്. അങ്ങനെ അവന്റെ ജോലി കഴിഞ്ഞിട്ട് അവൻ ഇപ്പൊ നമ്മുടെ ലെക്സിനെ മീറ്റ് ചെയ്യുകയാണ്. അവൾ അവന്റെ അടുത്ത് വന്നിരിക്കുന്നത് അവന്റെ അച്ഛനെ പറ്റിയൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അവൾ അവനോട് ചോദിക്കുന്നുണ്ട് നിന്റെ അച്ഛൻ എന്തായിരുന്നു ജോലി എന്നൊക്കെ. അപ്പോൾ അവൻ പറയുന്നുണ്ട് എന്റെ അച്ഛൻ ഒരു കർഷകനായിരുന്നു എന്ന്. ഞങ്ങൾക്കാണെങ്കിൽ കോൺഫീൽഡ് ഉണ്ടായിരുന്നു, അവിടെ കൃഷിയൊക്കെ ആയിരുന്നു എന്ന് പറയുകയാണ്. ഈ കാണുന്ന ആറില്ലേ, ഇത് കാണുമ്പോൾ എനിക്കൊരു പഴയ കാലമാണ് ഓർമ്മ വരുന്നത്. ഞങ്ങളുടെ ഗ്രാമത്തിലാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെള്ളമൊന്നും കിട്ടത്തില്ല. ഗവൺമെന്റ് ആണെന്നുണ്ടെങ്കിൽ ഈ വെള്ളമെല്ലാം പിടിച്ചു വെച്ചിട്ട് ഒരു ഡാമിലിട്ട് അടച്ചിരിക്കുകയാണ്. ആർക്കെങ്കിലും വെള്ളം വേണമെന്നുണ്ടെങ്കിൽ വലിയൊരു എമൗണ്ട് കൊടുത്തിട്ട് വാങ്ങിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ആ ഒരു ഗ്രാമമാണെന്നുണ്ടെങ്കിൽ വരൾച്ചയിലേക്ക് പോയി. അങ്ങനെ ഞങ്ങൾക്ക് കൃഷിയൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. അതോടൊക്കെ കൂടി എന്റെ അച്ഛനാണെങ്കിൽ മരണപ്പെട്ടു എന്ന് അവൻ പറയുകയാണ്. മരിച്ചുപോയോ, എങ്ങനെയാ മരിച്ചുപോയി എന്ന് അവൾ ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട് ഏയ് അതൊക്കെ വിടുന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ ആ ഒരു കോൺവെർസേഷൻ അവിടെ കട്ട് ചെയ്യുകയാണ്. അങ്ങനെ അവന്റെ അവസ്ഥയൊക്കെ മനസ്സിലാക്കിയിട്ട് അവളാണെങ്കിൽ അവന്റെ തലയാണെങ്കിൽ അവളുടെ മടിയിലോട്ട് വെച്ചിട്ട് അവൻ ആശ്വസിപ്പിക്കുകയാണ്. ഇവിടെ ഇതൊക്കെ ഇവനോട് ചെയ്യുന്നത് ശരിക്കുള്ള ലവ് കൊണ്ടാണോ ഇനി അതോ അവന്റെ ഡേറ്റസ് എടുക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് അറിയത്തില്ല. അങ്ങനെ പിറ്റേ ദിവസം അവനാണെങ്കിൽ സ്ലീപ്പ് ഡീലിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ടൈമിൽ അവനൊരു കൺസ്ട്രക്ഷൻ ഫീൽഡിലുള്ള റോബോട്ടിനെയാണ് കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബാക്കിയുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഒരു ആപ്പിൾ കൊടുത്തുള്ള റോബോട്ടുകളെയാണ് കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുൻപ് അവൻ കണ്ട പോലെ തന്നെ ആ റോബോട്ടിന്റെ റിഫ്ലക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു മിററിൽ കൂടി കാണുന്നുണ്ട്. അപ്പോഴും മുമ്പ് അവനുണ്ടായ അതേ ഫീലിംഗ്സ് തന്നെ അവന് തോന്നുകയാണ്. പക്ഷെ അവനാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഓവർ ടൈം ആണ് ചെയ്യുന്നത്. കാര്യം അവന് കയ്യിൽ പൈസ ഇല്ല. അപ്പൊ പൈസ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് അവനാണെങ്കിൽ ഓവർ ടൈം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ സ്ലീപ്പ് ഡീലിംഗ് ചെയ്യുന്ന തന്നെ ഒരു റിസ്ക് ഉള്ള പരിപാടി തന്നെയാണ്. അതിന്റെ കൂടെ തന്നെ ഈ ഓവർ ടൈം ചെയ്ത് കഴിഞ്ഞാൽ അവസ്ഥയെ പറ്റി പിന്നെ പറയണ്ടല്ലോ. അവന്റെ കൂടെ തന്നെ സ്ലീപ്പ് ഡീലിംഗ് ചെയ്യുന്ന മറ്റൊരാളാണെന്നുണ്ടെങ്കിൽ ഓവർ ടൈം ചെയ്തുകൊണ്ട് തന്നെ അയാളുടെ ബോഡിയാണ് ഈ കൊളാപ്സ് ആയി പോവുകയാണ്. അങ്ങനെ എല്ലാവരും വന്നിട്ട് അയാളെ പൊക്കി എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ഇത് കണ്ടപ്പോൾ തന്നെ നമ്മുടെ മെമ്മോയ്ക്കാണ് ഈ കാര്യം മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവൻ രക്ഷപ്പെട്ടു കേട്ടോ. അതിനുശേഷം അവനാണെങ്കിൽ ഓവർ ടൈം ചെയ്തില്ല. അത് കഴിഞ്ഞിട്ട് അവനാണെന്നുണ്ടെങ്കിൽ അവൻ അമ്മയുമായിട്ട് വീഡിയോ കോൾ ചെയ്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ അനുഭവിക്കുന്ന കഷ്ടപ്പാടൊക്കെ തന്നെ അവന്റെ അമ്മയ്ക്ക് അറിയാമായിരുന്നു. അവന്റെ അമ്മ അവനോട് ചോദിക്കുന്നുണ്ട് നീ എപ്പോഴാണ് മോനെ തിരിച്ചു വരുന്നതൊക്കെ. പക്ഷെ അതിനൊന്നും തന്നെ അവനാണെങ്കിൽ മറുപടി ആയിട്ടൊന്നും പറയുന്നില്ല. നമ്മുടെ മെമ്മോയ്ക്ക് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് അവന്റെ അച്ഛനും അമ്മയാണ്. അതുകൊണ്ട് തന്നെ തന്റെ കഷ്ടപ്പാടുകളാണെങ്കിൽ മെമ്മോ തന്റെ അമ്മയെ അറിയിക്കുന്നില്ല. അവൻ അറിഞ്ഞോ അറിയാതെയോ അവന്റെ ഒരു മിസ്റ്റേക്ക് കൊണ്ട് മാത്രമാണ് അവന്റെ അച്ഛൻ മരിച്ചത്. ഇനിയുള്ളത് അവന്റെ അമ്മയാണ്. അമ്മയെങ്കിലും നന്നായിട്ട് നോക്കണം എന്ന് വിചാരിച്ചിട്ടാണ് അവൻ ഇപ്പോൾ ഓവർ ടൈം എടുത്തിട്ട് ജോലി ചെയ്യുന്നത്. അങ്ങനെ ഇപ്പൊ അവൻ നമ്മുടെ ലെക്സിന്റെ അടുത്തേക്ക് പോവുകയാണ്. അവിടെ ചെന്നപ്പോൾ അവളാണെങ്കിൽ ആ ഒരു ടെക്നോളജി ഉണ്ടല്ലോ മറ്റേ മെമ്മറീസ് ഒക്കെ സെയിൽ ചെയ്യാൻ പറ്റുന്നത്, അതാണെങ്കിൽ അവനെ കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് പറയുകയാണ് നമ്മുടെ മെമ്മറീസ് ഒക്കെ നമുക്ക് ഇതിലൂടെ സെയിൽ ചെയ്യാൻ പറ്റുമെന്നൊക്കെ. പക്ഷെ അവന്റെ മെമ്മറീസ് അവൾ സെയിൽ ചെയ്യുന്ന കാര്യം അവനോട് പറഞ്ഞിട്ടില്ല. മെമ്മോ അവളെ ഒരുപാട് വിശ്വസിക്കാൻ തുടങ്ങിയിരുന്നു. അതുകൊണ്ട് തന്നെ അവർ തമ്മിലുള്ള റിലേഷൻ ആണെങ്കിൽ ഒരുപാട് ക്ലോസ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ രണ്ടുപേരോട് കറങ്ങാനായിട്ട് ബീച്ചിലേക്ക് വന്നിരിക്കുകയാണ്. അവിടേക്ക് കുറച്ച് മ്യൂസീഷ്യൻസ് വന്നിട്ട് അവരോട് പറയാണ് ഓ നിങ്ങൾ ലവേഴ്സ് ആണല്ലേ, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കുറച്ച് പാട്ടൊക്കെ പാടാന്ന് പറഞ്ഞിട്ട് അവർക്ക് വേണ്ടിയിട്ട് ഒരു പാട്ടൊക്കെ പാടി കൊടുക്കുകയാണ്. ആ ഒരു പാട്ടൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മെമ്മോയ്ക്കാണെങ്കിൽ അവൻ അച്ഛനെയാണ് ഓർമ്മ വരുന്നത്. ഇത് കേട്ടിട്ട് ലെക്സി ചോദിക്കുന്നുണ്ട് നീ എന്താ ആലോചിക്കുന്നതെന്ന്. അപ്പൊ അവൻ പറയുന്നുണ്ട് എനിക്ക് എന്റെ അച്ഛനെയാണ് ഓർമ്മ വരുന്നത്. നിനക്കറിയാമോ എന്റെ അച്ഛൻ എങ്ങനെ മരിച്ചെന്ന്. അങ്ങനെ ഇപ്പൊ നമ്മുടെ മെമ്മോ ആണെങ്കിൽ അവന് പഴയ സ്റ്റോറി പറയുകയാണ്. അവന്റെ അച്ഛന് ആ ഒരു ഗ്രാമം ഭയങ്കര ഇഷ്ടമായിരുന്നു. അദ്ദേഹത്തിന് അവിടെ നിന്ന് മാറി മറ്റൊരിടത്തേക്ക് പോകാൻ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ എനിക്കാണെങ്കിൽ അങ്ങനെയല്ല, എനിക്ക് അവിടെ നിൽക്കുന്നതേ ഇഷ്ടമല്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു രീതിയിലും നമുക്ക് സേഫ് ആയിട്ട് നിൽക്കാൻ പറ്റത്തില്ല. ഇതിനെല്ലാം കാരണം തന്നെ അവിടെ കിട്ടിയിരിക്കുന്ന ആ ഒരു വലിയ ഡാമാണ്. എന്റെ അച്ഛനാണെങ്കിൽ ആ ഒരു ഡാമിനോട് ഭയങ്കര ദേഷ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് അവിടെ പോയിട്ട് ആ ഡാമിലെ കല്ലൊക്കെ പറക്കി എറിയാറുണ്ട്. എനിക്ക് ടെക്നോളജീസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഒരിക്കൽ ഒരു റേഡിയോ കണ്ടുപിടിച്ചു. അത് ഉപയോഗിച്ച് ഞാൻ അറിയാണ്ട് ഈ ഗവൺമെന്റ് സിഗ്നൽസ് ഞാൻ ട്രാക്ക് ചെയ്തു. അത് കാരണം ഞാൻ ഒരു തീവ്രതയെന്ന് ചോദിച്ചിട്ട് അവരെന്റെ വീടാണെങ്കിൽ ഡ്രോൺ ഇട്ട് നശിപ്പിച്ചു കളഞ്ഞു. മാത്രമല്ല അവരെന്റെ അച്ഛനെ തീവ്രതയെന്ന് ചോദിച്ചിട്ട് ഡ്രോൺ ഇട്ട് കൊല്ലുകയും ചെയ്തു. ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു നിസ്സഹായ അവസ്ഥയിലായിരുന്നു ഞാൻ അപ്പോൾ. ഇങ്ങനെ സംഭവിക്കാൻ കാരണം അവനാണെന്നാണ് അവൻ വിചാരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ലെക്സ് ആണെങ്കിൽ അവനെ സമാധാനിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അവൾ നേരെ വീട്ടിലേക്ക് വന്നിട്ട് നമ്മുടെ മെമ്മോ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ആ ഒരു ആർമി ഓഫീസറിനെ സെയിൽ ചെയ്യുകയാണ്. ഇത് മനസ്സിലാക്കിയ ആർമി ഓഫീസറിനാണെങ്കിൽ വല്ലാണ്ട് വിഷമം വരികയാണ്. അയാൾ വിചാരിക്കുന്നുണ്ട് നമ്മൾ കൊന്നത് ഒരു തെറ്റായ ആളെയാണല്ലോ എന്നൊക്കെ. അങ്ങനെ അയാൾക്കാണെങ്കിൽ ആ ഒരു ഗിൽറ്റി ഫീൽ വരികയാണ്. നമ്മുടെ മെമ്മോന്റെ അവസ്ഥ ആലോചിച്ചിട്ട് അയാൾക്കാണ് വിഷമം വരുന്നുണ്ട്. കാര്യം ഈ ഒരു ആർമി ഓഫീസർ ആണെന്നുണ്ടെങ്കിൽ ഒരു മെക്സിക്കോക്കാരനാണ്. അതുകൊണ്ട് തന്നെ അവന് നന്നായിട്ട് ഫീൽ ആവുന്നുണ്ട്. അങ്ങനെ ആ ഒരു ആർമി ഓഫീസർ ആണെന്നുണ്ടെങ്കിൽ അയാളുടെ വീട്ടിലേക്ക് പോവുകയാണ്. അയാളുടെ അച്ഛനും ഒരു ആർമി ഓഫീസർ ആയിരുന്നു. അവന്റെ അച്ഛനോട് അവൻ ചോദിക്കുന്നുണ്ട് നമ്മൾ അറിയാണ്ട് ഒരാളെ കൊന്നു കഴിഞ്ഞാൽ അതൊരു തെറ്റാണോ ചോദിക്കുകയാണ്. ആ സമയത്ത് അവന്റെ അച്ഛൻ പറയുന്നുണ്ട് ഇതൊക്കെ ആർമിയുടെ സർവ്വസാധാരണമായ കാര്യങ്ങളൊക്കെയാണെന്ന്. അതുകൊണ്ട് മോനെ നീ ഇതൊന്നും ആലോചിച്ചിട്ട് വിഷമിക്കണമെന്ന് അവന്റെ അച്ഛൻ പറയുകയാണ്. പക്ഷെ നമ്മുടെ ഈ ആർമി ഓഫീസറിന്റെ മനസ്സിലാണെങ്കിൽ അതിങ്ങനെ കിടന്ന് അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ ആർമി ഓഫീസർ ആണെങ്കിൽ മെക്സിക്കോയിലാണ് ജനിച്ചത്. അയാളെ അമേരിക്കയിലോട്ട് വന്നിട്ട് ഇവിടെ ആർമി ഓഫീസറായിട്ട് വർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അയാളുടെ മനസ്സിൽ ഈ കാര്യങ്ങളൊക്കെ അലട്ടിക്കൊണ്ടിരിക്കുന്ന കാരണത്താൽ അയാളാണെങ്കിൽ മെക്സിക്കോയിലോട്ട് പോയിട്ട് അവനെ കാണാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അങ്ങനെ ഇവിടെ നമ്മുടെ മെമ്മോ ആണെന്നുണ്ടെങ്കിൽ ലെക്സിനെ കാണാൻ വേണ്ടി അവളുടെ വീട്ടിലേക്ക് വരികയാണ്. ആ ഒരു ടൈമിൽ ലെക്സ് ആണെങ്കിൽ അവളുടെ വീട്ടിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ മെമ്മോ ആണെന്നുണ്ടെങ്കിൽ അവളുടെ സിസ്റ്റം ചെക്ക് ചെയ്ത് നോക്കുകയാണ്. അതിൽ ഒരാൾക്ക് മാത്രം ഇവന്റെ ഡേറ്റാസ് ഷെയർ ചെയ്ത് കൊടുത്തിരിക്കുന്നതാണ് ഇവൻ കാണുന്നത്. ഇത്രയും നാള് നന്നായിട്ട് ക്ലോസ് ആയിട്ട് അവനോട്ട് അടുത്തിരുന്നത് അവന്റെ ഡേറ്റാസ് ഇങ്ങനെ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുള്ള കാര്യം അവൻ മനസ്സിലാക്കുകയാണ്. ആ ഒരു ടൈമിൽ തന്നെ ലെക്സ് അവിടേക്ക് വരുന്നു. നീ ചെയ്തത് ഒട്ടും ശരിയായില്ല. ഇത്രയും നാളെ ഞാൻ നിന്നെ വിശ്വസിച്ചു. പക്ഷെ നീ ആണെങ്കിൽ എന്നെ വിറ്റ് പൈസ ആക്കായിരുന്നല്ലേ. അപ്പോൾ അവൾ പറയുന്നുണ്ട് ഇല്ല ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക്, ഞാൻ അത് പറയാൻ വേണ്ടി വരികയായിരുന്നു എന്നൊക്കെ പറഞ്ഞ സമയത്ത് ഇവനാണെങ്കിൽ അവിടെ ദേഷ്യപ്പെട്ട് ഇറങ്ങി പോവുകയാണ്.
പോവുകയാണ്. അവൻ നേരെ പോകുന്നത് അവന്റെ ആ ഒരു ചെറിയ വീട്ടിലേക്കാണ്. വീടെന്നൊന്നും പറയാൻ പറ്റത്തില്ല, നമ്മൾ ആദ്യം കണ്ടില്ല ഒരു ഷെൽട്ടർ, അവിടേക്കാണ് പോകുന്നത്. അതിന് തൊട്ടടുത്തായിട്ട് കുറച്ച് വയസ്സായ ആൾക്കാർ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നല്ലോ. അവരോട് പോയി സംസാരിക്കുന്ന സമയത്ത് അവർ പറയുന്നുണ്ട്, ദേ നോക്കും മോനെ, ഒരിക്കലും പെണ്ണുങ്ങളെ കണ്ണടച്ച് വിശ്വസിക്കാൻ പാടില്ല, പ്രത്യേകിച്ച് നോട്ട്സ് കണ്ടെത്തിയിട്ടുള്ള പെണ്ണുങ്ങളെ ആണെങ്കിൽ തീരെ വിശ്വസിക്കാൻ പാടില്ല എന്ന് പറയുന്നു. ഈ ഒരു ടെക്നോളജീസ് ഒക്കെ വരുന്നതിന് മുമ്പായിട്ട് ഇവിടെ എങ്ങനെയാണെന്നുള്ള കാര്യം എനിക്ക് അറിയാമായിരുന്നല്ലോ. ഇപ്പോൾ ഒന്ന് പുറത്തിറങ്ങി ആരോടെങ്കിലും സംസാരിക്കാൻ പോലും പേടിയാണ്. അങ്ങനെ അവരോട് സംസാരിക്കുമ്പോൾ നമ്മുടെ മെമ്മോയ്ക്കാണെങ്കിൽ കുറച്ച് സമാധാനം കിട്ടുന്നുണ്ട്. അങ്ങനെ അടുത്ത ദിവസം മുതൽ നന്നായിട്ട് പണിയെടുത്ത് ഓവർ ടൈം ഒക്കെ ചെയ്തിട്ട് നന്നായിട്ട് പൈസ ഉണ്ടാക്കി വീട്ടിലേക്ക് അയക്കണമെന്നുള്ള ചിന്തയിലായിരുന്നു അവൻ. ഇവിടെ ലെക്സ് അവന് കൊടുക്കാൻ വേണ്ടി ഒരു ലെറ്റർ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവിടെ നമ്മുടെ മെമ്മോ നന്നായിട്ട് വർക്കിൽ ഫോക്കസ് ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവനെ കാണാത്ത കാരണം അവളാണെങ്കിൽ ആ സ്ട്രീറ്റ് മുഴുവനും അന്വേഷിക്കുകയാണ്. അവിടെ എല്ലാം നോക്കിയിട്ടും അവനെ കാണുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഇവിടെ നമ്മുടെ മെമ്മോ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഓവർ ടൈം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലെക്സ് അവൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് വന്നിട്ട് അവന് കൊടുക്കാൻ വേണ്ടി ലെറ്റർ അവനെ ഏൽപ്പിച്ചിട്ട് പോകുന്നുണ്ട്. പക്ഷേ ഇവിടെ നമ്മുടെ മെമ്മോന്റെ അവസ്ഥ വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. അവൻ ഓവർ ടൈം ചെയ്യുന്നതുകൊണ്ട് തന്നെ അവന്റെ കണ്ണൊക്കെ വല്ലാണ്ടായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അവൻ അങ്ങനെ ഓവർ ടൈം ചെയ്യുന്നതുകൊണ്ട് തന്നെ അവന്റെ കൺട്രോളൊക്കെ പോയിട്ട് അവൻ താഴേക്ക് വീഴുന്ന തൊട്ട് അവൻ ഫീൽ ചെയ്യുകയാണ്. അത് വെറും ഒരു ഫീലിംഗ് മാത്രമാണ്, ആ റോബോട്ടിനാണെങ്കിൽ ഒരു കുഴപ്പമില്ല. അവനിങ്ങനെ ഓവർ ടൈം ചെയ്യുന്നതുകൊണ്ട് അവന് തോന്നുന്നതാണ്. അതുകൊണ്ട് തന്നെ അവൻ ജോലി ചെയ്യാതെ കുറച്ച് റെസ്റ്റ് എടുക്കുകയാണ്. ആ ടൈമിൽ അവർ പറയുന്നുണ്ട്, നീ ഇങ്ങനെ റെസ്റ്റ് എടുക്കുന്നുണ്ട്, ഞങ്ങൾ എന്റെ ശമ്പളത്തിൽ നിന്ന് കട്ട് ചെയ്യുമെന്ന് പറയുകയാണ്. അങ്ങനെ ആകെ മൂഡൌട്ടായിട്ട് മെമ്മോ ഒരു ബീച്ചിൽ വന്നിരിക്കുകയാണ്. ആ ഒരു ടൈമിൽ ലെക്സ് അയച്ചേക്കുന്ന ആ ഒരു ലെറ്റർ ആണെങ്കിൽ എടുത്ത് നോക്കുന്നുണ്ട്. ഞാൻ ചെയ്തത് ഒരു വലിയ തെറ്റാണ്, നീ എന്നോട് ക്ഷമിക്കണമെന്നൊക്കെ അവൾ ആ ഒരു ലെറ്റർ കൂടി പറയുന്നുണ്ട് അവനോട്. അതിനോടൊപ്പം ഇവർ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു മെമ്മറീസ് ഒക്കെ തന്നെ അതിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ മെമ്മോയ്ക്കാണെങ്കിൽ ആകെ ഫീൽ ആവുന്നുണ്ട്. അവനാണെങ്കിൽ അവളെ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ അവൾ ഇങ്ങനെ ചെയ്തുകൊണ്ടാണ് അവൻ ആകെ ഇങ്ങനെ ഡൗൺ ആയിട്ടിരിക്കുന്നത്. ഇതേ സമയം മറ്റേ ഒരു ആർമി ഓഫീസർ ഇല്ലേ, അയാളാണെങ്കിൽ അമേരിക്കയിൽ നിന്ന് മെക്സിക്കോയിലോട്ട് ഇങ്ങനെ വണ്ടി ഓടിച്ചു പോവുകയാണ്. അതേസമയം ബോർഡറിലായിട്ട് ഒരു റോബോട്ട് ഇരിപ്പുണ്ടായിരുന്നു, അനധികൃതമായിട്ട് ആരെങ്കിലും അതിനോട് കയറുന്നുണ്ടോ ഇല്ലെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇതൊരു ആർമി ഓഫീസർ ആയതുകൊണ്ട് തന്നെ അയാൾക്കാണെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. അതിനു മുമ്പായിട്ട് ആ റോബോട്ട് ആണെങ്കിൽ ഇവന്റെ ഒരു വാർണിംഗ് കൊടുക്കുന്നുണ്ട്. മെക്സിക്കോയിലാണെങ്കിൽ ഒരുപാട് ടെററിസ്റ്റുകൾ ഉണ്ട്, മാത്രമല്ല നിങ്ങളാണെങ്കിൽ ഒരു ആർമിമാനാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾ സൂക്ഷിക്കണമെന്ന് പറയുകയാണ്. അതൊന്നും കുഴപ്പമില്ല, ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ അവിടുന്ന് പോവുകയാണ്. ലെക്സ് കൊടുത്തിട്ടുള്ള ആ ഒരു മെമ്മറീസ് വെച്ചിട്ട് നമ്മുടെ ആർമിമാൻ ഉണ്ടല്ലോ, മെമ്മോ സ്ഥിരം വന്ന് ഭക്ഷണം കഴിക്കുന്ന ആ ഒരു ഹോട്ടലിലേക്ക് വരികയാണ്. കറക്റ്റ് ആ സമയത്ത് തന്നെ നമ്മുടെ മെമ്മോയും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ മെമ്മോനോട് അവൻ സംസാരിക്കുകയാണ്. ആർമിമാൻ മെമ്മോ എടുത്ത് പറയുന്നുണ്ട്, ഞാനും മെക്സിക്കോയിലാണ് ജനിച്ചത്, പക്ഷെ അവിടുത്തെ കഷ്ടപ്പാട് കാരണം ഞങ്ങളാണെങ്കിൽ അമേരിക്കയിലോട്ടേക്ക് പോകുന്നു. അങ്ങനെ അമേരിക്കയിലെത്തി പഠിച്ചിട്ട് ഒരു ആർമിമാനായിട്ട് മാറി. അങ്ങനെ ഞാൻ ഒരു ഡ്രോൺ കൺട്രോൾ ചെയ്യുന്ന സമയത്ത് ആരും എന്റെ സിഗ്നൽസ് ഒക്കെ ട്രേസ് ചെയ്തിട്ടെങ്കിൽ മനസ്സിലായി അതൊരു ടെററിസ്റ്റ് ആണെന്ന് വിചാരിച്ചിട്ട് അവരുടെ വീട് ഞാൻ ഡ്രോൺ ഇട്ട് പൊട്ടിച്ചു കളഞ്ഞു. ഇത് കേട്ടത് മെമ്മോ ചാടി എഴുന്നിട്ടിട്ട് അവിടുന്ന് വേഗം ഓടുകയാണ്. തന്റെ അച്ഛനെ കൊന്നത് പോരാഞ്ഞിട്ട് ഇനി തന്നെ കൂടി കൊല്ലാൻ വേണ്ടി വന്നതാണെന്ന് വിചാരിച്ചിട്ടാണ് അവൻ ഇവിടുന്ന് ഓടുന്നത്. എന്നാൽ ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്കുന്നു പറഞ്ഞിട്ട് ആ ഒരു ആർമിമാനാണെങ്കിൽ ഒരു പിറകെ പോവുകയാണ്. മെമ്മോ ഓടി ഒരു വാനിലേക്ക് കയറുകയാണ്. അതേ വാനിലേക്ക് തന്നെ നമ്മുടെ ആർമിമാൻ വന്ന് കയറുകയാണ്. നീ എന്തിനാണ് എന്നെ കണ്ടിട്ട് ഇങ്ങനെ ഭയം ഓടിക്കൊണ്ടിരിക്കുന്നത്? എനിക്ക് നിന്നോട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനായിട്ടുണ്ട്. ആ ഒരു ഡ്രോൺ കൺട്രോൾ ചെയ്ത് ഞാൻ തന്നെയാണ്, പക്ഷെ മനഃപൂർവ്വമല്ല നിന്റെ വീട് ഞാൻ നശിപ്പിച്ചത്. എന്റെ മുകളിലുള്ള ഓഫീസേഴ്സ് പറഞ്ഞതിന്റെ പേരിലാണ് ഞാൻ ആ ഒരു വീട് നശിപ്പിച്ചത്. പക്ഷെ സത്യാവസ്ഥ മനസ്സിലാക്കിയപ്പോഴാണ് ഞാൻ ചെയ്തത് ഒരു വലിയ തെറ്റാണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായത്. ശരിക്കും നിന്റെ അച്ഛൻ മരിക്കാൻ കാരണം നീയല്ല, ഞാനാണെന്നാണ് അയാൾ പറയുന്നത്. നിന്റെ മെമ്മറീസ് എനിക്ക് കിട്ടിയപ്പോഴാണ് ഞാൻ ഈ സത്യാവസ്ഥയിൽ നിന്ന് മനസ്സിലാക്കിയത്. നിന്റെ അച്ഛനല്ലായിരുന്നു ശരിക്കും കുറ്റവാളി, ഞങ്ങളൊക്കെ തന്നെയായിരുന്നു എന്ന് പറയുകയാണ് അവൻ. നടന്ന സംഭവങ്ങളൊന്നും മാറ്റാൻ പറ്റത്തില്ല, പക്ഷെ നീ എനിക്ക് മാപ്പ് തരണമെന്ന് പറഞ്ഞിട്ട് അവനാണ് ഇവിടുന്ന് പോവുകയാണ്. അങ്ങനെ മെമ്മോയ്ക്ക് മനസ്സിലാവുന്നുണ്ട് ആ ഒരു ആർമിമാൻ നല്ലൊരു മനുഷ്യനാണെന്നുള്ള കാര്യം. അങ്ങനെ അയാളെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ മെമ്മോ ആണെങ്കിൽ അയാളുടെ പിന്നാലെ പോവുകയാണ്. നോക്ക് മെമ്മോ, ഞാൻ ചെയ്തത് ഒരു വലിയ തെറ്റാണെന്നുള്ള കാര്യം എനിക്കറിയാം. അതിന് പകരമായിട്ട് നിനക്ക് എന്തെങ്കിലും പ്രത്യുപകാരം ഞാൻ ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ മെമ്മോ പറയുന്നുണ്ട്, നിങ്ങൾ എനിക്കൊരു ഹെൽപ്പ് ചെയ്യുമെന്ന് ചോദിക്കുന്നു. അങ്ങനെ മെമ്മോ ആണെങ്കിൽ അവനോടൊരു ഹെൽപ്പും ചോദിക്കുന്നുണ്ട്. എന്നിട്ട് അവൻ നേരെ പോകുന്നത് നമ്മുടെ ലെക്സിനെ കാണാൻ വേണ്ടിയിട്ടാണ്. ലെക്സ് ഇവനെ കണ്ടതും ആദ്യം തന്നെ മാപ്പ് ചോദിക്കുകയാണ്. നീ അതൊക്കെ വിട്ടേ, ഇപ്പൊ നീ എന്നോട് വരാൻ പറഞ്ഞിട്ട് അവനാണെങ്കിൽ അവളെ എങ്ങോട്ടോ കൂട്ടിക്കൊണ്ട് പോവുകയാണ്. അവൻ അവളെ നേരെ കൂട്ടിക്കൊണ്ട് പോകുന്നത് ആ ഒരു ആർമിമാന്റെ അടുത്തേക്കായിരുന്നു. അപ്പോഴാണ് ശരിക്കും അവള് ആ ഒരു ക്ലയന്റിന്റെ മുഖം നേരിട്ട് കാണുന്നത്. അങ്ങനെ അവരെ രണ്ടുപേരും കൂട്ടിയിട്ട് നമ്മുടെ മെമ്മോ പോകുന്നത് അവൻ വർക്ക് ചെയ്യുന്ന ആ ഒരു ഫാക്ടറിയിലേക്കാണ്. ആ ഒരു ഫാക്ടറിയിലാണെങ്കിൽ ഇപ്പൊ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന അമേരിക്കൻ ഡ്രോൺ ആണെങ്കിൽ ആ ഒരു ആർമിയുടെ ദേഹത്തേക്ക് കണക്ട് ചെയ്യുകയാണ്. എന്നിട്ട് ആ ഒരു ആർമിമാനെ കൊണ്ട് ആ ഒരു ഡ്രോൺ കൺട്രോൾ ചെയ്യിപ്പിക്കുകയാണ്. അയാൾക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തന്നെ നമ്മുടെ മെമ്മോ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു ഡ്രോൺ നേരെ പോകുന്നത് മറ്റേ ആ ഒരു ഡാമില്ലേ അവിടേക്കാണ്. ആ ഒരു ടൈമിലാണെങ്കിൽ അവന്റെ അച്ഛന്റെ ഓർമ്മകളൊക്കെയാണ് നമ്മുടെ മെമ്മോന്റെ മനസ്സിലേക്ക് വരുന്നത്. ആ ഒരു ഡാമിനോടുള്ള ദേഷ്യം കാരണം അവന്റെ അച്ഛനാണെങ്കിൽ അതിനകത്ത് കല്ലൊക്കെ വരി എറിയാറുണ്ടായിരുന്നു. കറക്റ്റ് ആയിട്ട് ആ ഒരു കല്ല് വന്ന് വീണ സ്ഥലത്ത് തന്നെ ആ ഒരു മിസൈൽ വന്ന് വീഴുകയാണ്. അതോടെ ആ ഡാമിന്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. അങ്ങനെ അടുത്ത ദിവസം നമ്മുടെ മെമ്മോന്റെ അമ്മയാണെങ്കിൽ അവനെ വിളിക്കുന്നുണ്ട്. ഒരു വിളിക്കുന്നത് തന്നെ ഒരു സന്തോഷ വാർത്ത പറയാൻ വേണ്ടിയിട്ടാണ്. അതിന്റെ സന്തോഷം അവരുടെ മുഖത്ത് കാണാനും ഉണ്ട് കേട്ടോ. എടാ മെമ്മോ, ഞാനൊരു സന്തോഷ വാർത്ത പറയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. ആ ഒരു ഡാമില്ലേ അതിപ്പോ പൊട്ടിയിട്ട് അതിനകത്ത് നിറച്ച് വെള്ളം പുറത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. നമുക്കാണെങ്കിൽ ഇപ്പൊ ഇഷ്ടം പോലെ വെള്ളം കിട്ടുന്നുണ്ട് കേട്ടോ. മെമ്മോന്റെ ബ്രദർ ആണെങ്കിൽ ആ ഒരു ഡാം നിറഞ്ഞിരിക്കുന്നത് അവനെ ലൈവായിട്ട് കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ മെമ്മോയ്ക്കാണെങ്കിൽ ഇപ്പൊ ഒരുപാട് സന്തോഷമാവുകയാണ്. അവന്റെ അച്ഛൻ ആഗ്രഹിച്ച പോലെ തന്നെ അവർക്കാണെങ്കിൽ ഇപ്പോൾ വെള്ളം കിട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവിടെ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാരാണെങ്കിൽ ആ ഒരു വെള്ളം ഉപയോഗിക്കുകയാണ്. നമ്മുടെ ആർമിമാരാണെങ്കിൽ മെമ്മോയ്ക്ക് വേണ്ടി അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തപ്പോൾ അയാൾക്കാണെങ്കിൽ നല്ലൊരു പ്രവൃത്തി ചെയ്ത പോലെയാണ് ഫീൽ ചെയ്യുന്നത്. അങ്ങനെ അതിൽ സന്തോഷപ്പെട്ട് അയാളാണെങ്കിൽ തിരിച്ചു പോവുകയാണ്. ഞാൻ അമേരിക്കയിൽ പോയി കഴിഞ്ഞാൽ എന്നെ ആ ഡ്രോൺ കൺട്രോൾ ചെയ്ത് ആരെങ്കിലും പിടിച്ചു കഴിഞ്ഞാൽ മെക്സിക്കോയിലെ ചില ആളുകൾ എന്നെ തട്ടിക്കൊണ്ട് പോയിട്ട് നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചാണ് ഞാൻ പറഞ്ഞോളാം. അങ്ങനെ അതും പറഞ്ഞ് അയാളാണെങ്കിൽ ഹാപ്പി ആയിട്ടാണ് അവിടുന്ന് പോകുന്നത്. മെമ്മോ ലെക്സിനോട് ക്ഷമിച്ചോണ്ട് തന്നെ അവർ രണ്ടുപേരും ഇപ്പൊ ഹാപ്പി ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. എന്നാൽ ഇപ്പോഴും പ്രശ്നങ്ങളാണെങ്കിൽ തീർന്നിട്ടില്ല. ഗവൺമെന്റിനെ വെല്ലുവിളിച്ച് ആൾക്കാരാണെങ്കിൽ പ്രതിഷേധിക്കുന്നത് കണ്ടപ്പോൾ
കണ്ടപ്പോൾ അവരെല്ലാം തന്നെ ഗവൺമെന്റ് ടെററിസ്റ്റുകളായിട്ടാണ് മുദ്ര കുത്തിയിരിക്കുന്നത്. ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയിട്ട് അവരുടെ ഉപജീവന മാർഗത്തിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന ഓരോ ആൾക്കാരില്ലേ, അവർക്കൊക്കെ വേണ്ടിയിട്ട് ഇനി എന്നെ പോലുള്ള ഒരുപാട് ആൾക്കാർ വരുമെന്നാണ് നമ്മുടെ മെമ്മോ വിചാരിക്കുന്നത്. അവിടെയാണ് ഈ ഒരു മൂവി അവസാനിക്കുന്നത്. അപ്പോൾ കൂട്ടുകാരെ, ഈ ഒരു മൂവിയുടെ സ്റ്റോറി എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ഇതുപോലുള്ള കൂടുതൽ മൂവി എക്സ്പ്ലനേഷൻ വീഡിയോകൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.